ഹലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അതാ കുറച്ച് ദിവസമായിട്ട് കാണാതിരുന്നത്. അപ്പോൾ പനിയൊക്കെ മാറിയപ്പോൾ ഒരു മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി കുറച്ച് ചോറ് കഴിക്കാനൊരു കൊതി. അതിനായിട്ട് ഇതേ മുളക് കറി തയ്യാറാക്കുകയാണേ. നമ്മുടെ നാട്ടിൽ നുണ്ണേ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കായൽ മീനാണ് കേട്ടോ അത്. അപ്പോൾ അത് കറി വെക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കാനാണെങ്കിൽ ഇതിനകത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്യല്ലേ, പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുടംപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പീസ് കുടംപുളി സോക്ക് ചെയ്തതും പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തള വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനുണ്ടല്ലോ, അത് നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 10-25 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയായി കിട്ടും. ഈ മീൻകറി തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ മുളക് കറിക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് ഉള്ളത്. പഴകുന്തോറുമാണ് നമ്മുടെ മുളക് കറിയുടെ ടേസ്റ്റ് കേട്ടോ കൂടി വരുന്നത്. ഇതേപോലെ കറി തയ്യാറാക്കിയിട്ടില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ മീൻകറി വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഇരുന്ന് തിളച്ച് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പേരിയും മോരുകറിയും ഒക്കെ ഒന്ന് തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണേ. പറയുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. കൊതി വന്നവർ നാളെ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഏത് മീനായാലും നിങ്ങൾ ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.